ഹായ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ടൊയോട്ടയുടെ ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിലുള്ളതൊന്ന് പരിചയപ്പെടുത്താനായിട്ടാണ് കേട്ടോ. അതും ടൊയോട്ട കമ്പനിയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന വാഹനങ്ങൾ തന്നെ ഫോർച്യൂണർ, ക്രിസ്റ്റ, അതുപോലെ തന്നെ ഇന്നോവ. അപ്പൊ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും ഫോക്കസ് മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ലൊക്കേഷൻ തന്നെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സിന്റെ കറന്റ് ലൊക്കേഷനാണ് നമ്മൾ പറയാൻ പോകുന്നത്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാട് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് വരുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ടയുടെ ഫോർച്യൂണർ ആണ്. അതും 4x4 ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഫോർച്യൂണർ. ഈ ഒരു വാഹനം 2019 മോഡലാണ് കേട്ടോ വരുന്നത്. വെറും 78,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഈ ഒരു വാഹനത്തിന്റെ ഫീച്ചേഴ്സ്, അതായത് സ്പെഷ്യൽ ആയിട്ട് എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് TRD ഗ്രില്ല് തന്നെയാണ്. TRD ഗ്രില്ല് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഡീക്രോംഡ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ അലോയ് വരുന്നതും കമ്പനി അലോയ് തന്നെയാണ്, പക്ഷെ ബ്ലാക്ക് കളർ അടിച്ചതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെയാണ് വരുന്നത്. അത് ഈ ഒരു ഫോർച്യൂണറിന്റെ ലുക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏകദേശം എല്ലാ ഭാഗങ്ങളും വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ലുക്ക് തന്നെയാണ് ഈ ഒരു ഫോർച്യൂണർ വരുന്നത്. അതുപോലെ 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് ഫ്രണ്ടിലും, അതുപോലെ തന്നെ മിററിന്റെ സൈഡിലും, അതുപോലെ തന്നെ ബാക്കിലും ക്യാമറ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ എക്സ്റ്റീരിയർ പറഞ്ഞു, ഹൈ ക്വാളിറ്റി ആണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ. അപ്പൊ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ഇന്റീരിയറിലുള്ള ഒരു മെയിൻ ഒരു കാര്യം ഞാൻ പറയാണ് കേട്ടോ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു വാഹനം 4x4 ആണ് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നോക്കുമ്പോൾ കാണുന്നുണ്ടാവും ഒരൊറ്റ ഗിയർ ഇവിടെ കാണുന്നുള്ളൂ. നോർമലി ഇവിടെ ഒരു ഗിയറും കൂടെ വരേണ്ടതാണ്, പക്ഷെ ഈ ഒരു വാഹനത്തിന് ഇവിടെ അല്ല വരിക, ഇവിടെയാണ് കേട്ടോ വരിക. ഇത് H2, H4, അതുപോലെ തന്നെ L4 ഈ ഒരു ഭാഗത്താണ് സെക്കൻഡ് ഗിയർ വരുന്നത്, അതായത് 4x4 ഗിയർ വരുന്നത്. അതുപോലെ തന്നെ ഈ വാഹനത്തിന് ഇതൊരു സ്പെഷ്യൽ ടിപ്പും കൂടിയാണ് കേട്ടോ. എല്ലാ വാഹനത്തിനും അവിടെ അല്ല വരിക, ഈ ഒരു വാഹനത്തിന് അവിടെയാണ് വരിക. അപ്പൊ അതൊരു സ്പെഷ്യൽ ടിപ്പും കൂടിയാണ് ഈ ഒരു വാഹനത്തിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് വരുന്നത് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്. അതുപോലെ നല്ല പ്രീമിയം ലുക്കിലുള്ള ഇൻഫോർടൈൻമെന്റ് വരുന്നുണ്ട് കേട്ടോ. സ്റ്റിയറിംഗിൽ തന്നെയാണ് കൺട്രോൾ കാര്യങ്ങളൊക്കെ വരുന്നത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് വരുന്നത്. അതുപോലെ തന്നെ സീറ്റ് അഡ്ജസ്റ്റ് ഇലക്ട്രിക് അഡ്ജസ്റ്റ്മെന്റ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു വാഹനത്തിന് എടുത്ത് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല, അത്രക്കും ഹൈ ക്വാളിറ്റി തന്നെയാണെന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റി തന്നെയാണ്. എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ അത്യാവശ്യം നല്ല ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ ബാക്ക് സീറ്റിലും നമുക്ക് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിന് 84% ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോർമലി പറഞ്ഞു, നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു ബാക്കിലും അതുപോലെ ക്യാമറ വരുന്നുണ്ട്, 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട് എന്നുള്ളത്. ആ ക്യാമറയാണ് കേട്ടോ ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു ടൈൽ ലൈറ്റ്, ഈ കൂളിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കേട്ടോ ഈ ഒരു ഇത് കാണാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഫുൾ കമ്പനി സർവീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. അതുപോലെ കേരള രജിസ്ട്രേഷനിൽ വരുന്ന വാഹനമാണ്, ഡീസലിൽ വരുന്ന വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 38,25,000 ആണ്. അപ്പൊ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു റയർ ട്വിസ്റ്റ് തന്നെയാണ് കേട്ടോ. റയർ പീസാണ്, അതായത് ഈ ഒരു ബ്ലാക്ക് കളർ കിട്ടുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കളറിലുള്ള ഒരു വാഹനമാണ് ഇന്ന് നമ്മൾ അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്.
2018 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. G4 വേരിയന്റിൽ വരുന്ന ഈ ഒരു വാഹനം 1,42,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് കേട്ടോ. സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു വാഹനത്തിന്റെ പുറമെയുള്ള ലുക്ക് ഒന്ന് കണ്ടു നോക്കിയോളൂ. അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ഒന്ന് കാണാം. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി തന്നെയാണ് കേട്ടോ. എക്സ്ട്രാ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ഇന്റീരിയർ കാര്യങ്ങളൊക്കെയാണ്. ഏകദേശം ഒരു 14 മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. ഈ ഒരു വാഹനത്തിന്റെ ടയർ ഏകദേശം 80% ടയർ കാര്യങ്ങൾ വരുന്നുണ്ട്. നോ റീപ്ലേസ് കാര്യങ്ങളൊക്കെയാണ്. ഒട്ടും റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 19 ലക്ഷമാണ്. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ വരുന്ന ഡീസൽ വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ടൈപ്പ് 2 കൺവേർട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രിസ്റ്റയാണ് കേട്ടോ. 2016 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 17 രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം കൂടിയാണ്. 1,70,000 കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിന് ചെറുതായിട്ട് നമ്മൾ പറയാനുള്ളത് ചെറിയൊരു സ്ക്രാച്ച് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ തന്നെ അത് മാറ്റി കൊടുക്കുന്നതായിരിക്കും കേട്ടോ. അതുപോലെ 3rd ഓണർഷിപ്പിൽ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഹിസ്റ്ററി അവൈലബിൾ ആയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലും ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഇതിന്റെ സീറ്റ് കവർ ആണ്. നമ്മൾ എക്സ്ട്രാ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. കമ്പനി ഇൻഫോർടൈൻമെന്റ് തന്നെയാണ് വരുന്നത്. ബട്ടൺ സ്റ്റാർട്ട് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ്. ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്റീരിയറിൽ പറയാനുള്ള കാര്യങ്ങൾ. ഈ ഒരു വാഹനത്തിന് അത്യാവശ്യം നല്ല ക്വാളിറ്റി ടയർ ലാമ്പ് തന്നെ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് ഏകദേശം 75% ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 17,25,000 ആണ്. അതുപോലെ തന്നെ സെറ്റ് ഓപ്ഷൻ വരുന്ന വാഹനം കൂടിയാണ്. അതുപോലെ കേരള രജിസ്ട്രേഷനിലേക്ക് നമ്പർ ആക്കിയ വാഹനം കൂടിയാണ് കേട്ടോ. അടുത്തതായിട്ട് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന 2015 മോഡലിൽ വരുന്ന ഇന്നോവയാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വെറും 1 ലക്ഷം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ടൊയോട്ടന്റെ കമ്പനിയിലൊക്കെ 1 ലക്ഷം എന്ന് പറയുന്നത് വളരെ ലോ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള വാഹനങ്ങളാണ്. നമ്മൾ അത് പ്രത്യേകം എടുത്ത് പറയാണ്. ടൊയോട്ടയുടെ കമ്പനീന്റെ ആയതുകൊണ്ട് തന്നെ 1 ലക്ഷം എന്നൊക്കെ പറയുന്നത് വളരെ കുറവ് കിലോമീറ്ററും കൂടിയാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിലൊക്കെ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി ഇന്റീരിയർ തന്നെയാണ്. അപ്പൊ അതൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പൊ ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയറിൽ എടുത്തു പറയേണ്ടത് കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ സീറ്റ് തന്നെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടിയുള്ള സീറ്റ് കവർ തന്നെ ചെയ്തിട്ടുണ്ട്. ബക്കറ്റ് സീറ്റ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാം ഹൈ ക്വാളിറ്റി തന്നെയാണ്. ഇതിന്റെ ഒരു കളർ കോമ്പിനേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അത്യാവശ്യം നല്ല മെയിൻറ്റെയിനിങ് ആയിട്ട് വെൽ മെയിൻറ്റെയിനിൽ കൊണ്ടുവരുന്ന ഒരു വാഹനം കൂടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിന്റെ റൂഫ് ബ്ലാക്ക് ടച്ച് വരുന്ന രീതിയിൽ എക്സ്ട്രാ ചെയ്തിട്ടെടുത്ത വാഹനം കൂടിയാണ്. ഈ ഒരു വാഹനത്തിന് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മുടെ നല്ല ക്വാളിറ്റി ടൈൽ ലൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റയുടെ അലോയി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 13 ലക്ഷമാണ്. അടുത്തതായിട്ട് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് പരിചയപ്പെടുത്തുന്നില്ല കേട്ടോ. ഇത് ഓൾറെഡി ബുക്കിംഗ് ആയ ഒരു വാഹനമാണ്. 2012 മോഡലായിരുന്നു ഈ ഒരു വാഹനം. നമ്മൾ കുറച്ച് മുമ്പായിട്ട് ഓഫറിൽ നമ്മൾ ഇട്ട ഒരു വാഹനം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് ബുക്കിംഗ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് അടുത്ത വാഹനം പരിചയപ്പെടാം. 2013 മോഡലാണ് ഈ ഒരു വാഹനം വരുന്നത്. 2,08,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു വാഹനം കൂടിയാണ്.
5th ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ് കേട്ടോ. G4 വേരിയന്റ് തന്നെയാണ് വരുന്നത്. ഈ ഒരു വാഹനത്തിന്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. നല്ല HD ക്വാളിറ്റിയിലുള്ള ഡിസ്പ്ലേ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ റൂഫ് ടോപ്പ് ചെയ്ത വാഹനമാണ്. എക്സ്ട്രാ സീറ്റ് കവർ കാര്യങ്ങൾ ചെയ്ത വാഹനമാണ്. വലിയ കുഴപ്പമില്ലാത്ത ഒരു ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വാഹനം കൂടിയാണ് കേട്ടോ. അതുപോലെ എക്സ്ട്രാ മാറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു വാഹനത്തിന് ഇന്റർകൂളർ വരുന്നുണ്ട് കേട്ടോ. ഇന്റർകൂളർ വരുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മൈലേജും കൂടെ നമുക്ക് കിട്ടും. അതുപോലെ എക്സ്ട്രാ അലോയ് കാര്യങ്ങൾ ചെയ്ത വാഹനമാണ്. ഏകദേശം 75% ടയർ കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ. കേരളത്തിലേക്ക് നമ്പറായ വാഹനം ആയതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിന് ഫോക്കസ് മോട്ടോഴ്സ് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് 7,35,000 ആണ്. അപ്പൊ ഈ ഒരു വാഹനങ്ങളുടെ എല്ലാം കൂടുതൽ വിവരങ്ങൾക്കായി നിങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും വാഹനങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. വേറെയും ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ ഷോറൂമിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് വാഹനം വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഫോക്കസ് മോട്ടോഴ്സിനായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ ഷോറൂമിലേക്ക് ഓരോ വാഹനം പർച്ചേസ് ചെയ്യുമ്പോഴും ആ ഒരു വാഹനത്തിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡെയിലി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഒരു ഗിവ് അവേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെറും 99 ദിവസത്തെ ഗിവ് അവേ ആയിരുന്നു നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ലക്ഷം ഫോളോവേഴ്സ് നമ്മുടെ പേജിന് ആവുകയാണെന്നുണ്ടെങ്കിൽ ബെൻസ് ആണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനി 3 ലക്ഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിലും 2 ലക്ഷം രൂപ വില വരുന്ന ഒരു കാറ്, ഏത് കാറ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. 2 ലക്ഷം രൂപ വരുന്ന ഒരു കാറ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാന്നുള്ള ഒരു ഗിവ് അവേ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിൽ വെറും 58 ഡേയ്സ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പൊ എല്ലാവരും അതിൽ പങ്കെടുക്കുക. നമ്മുടെ ഫോക്കസ് മോട്ടോഴ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജ് ഒന്ന് പോയി നോക്കിയാൽ അതിൽ നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു വീഡിയോ. അപ്പൊ എല്ലാവരും മറക്കാതെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ആ ഒരു ഗിവന്റെ റൂള് കാര്യങ്ങളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ അതിൽ ഇട്ടിട്ടുണ്ട്. അതെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക. ഇതിലും കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഫോക്കസ് മോട്ടോഴ്സിനെ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.